ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് രണ്ട് രീതിയിൽ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുത്താലോ? നോക്കാം. ആദ്യം ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ ചീകി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിക്കുമ്പം ഇച്ചിരി വെള്ളം കാണും. ആ വെള്ളവും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് പുഴുങ്ങിയത് ചെറിയ കഷ്ണങ്ങളാക്കിയതും അത് വെന്ത വെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തേക്കുന്നത്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെയോ ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരുന്ന പാലാണ്. നല്ലോണം തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യത്തെ മിൽക്ക് ഷേക്കായ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് പഴവും ബിസ്ക്കറ്റും ചേർത്തുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നല്ലോണം പഴുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുറിച്ചിട്ട്. ഇതിൻ്റെ കൂടെ 4 ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. പഴം പഴുത്തതായതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഞ്ചസാര ഇല്ലെങ്കിൽ കൂടെ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ലോണം തണുത്ത പാലാണ്. പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ബനാന ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാകും. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ? നിങ്ങളും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.